അത് നോക്കിയാണെങ്കിൽ കൂട്ടരെ, മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ മറുപടിയാ, ക്ലിഫ് ഹൗസിൽ എത്ര മുറികൾ ഉണ്ടെന്നും കൂടി മായന അറിയില്ല. അതിന് ക്ലിഫ് ഹൗസിൽ മുറികൾ ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനില്ല. ED സമൻസ് അയച്ച് അത് ഇനിയ വിഷയം. ക്ലിഫ് ഹൗസിലെ എത്ര മുറികൾ ഉണ്ട് എന്ന് ED ചോദിച്ച് അതിന് ഉത്തരം കൊടുത്തില്ല. അപ്പോൾ അതിന് ED സമൻസ് അയച്ച അല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ ക്ലിഫ് ഹൗസിലെ മുറി അല്ലല്ലോ വിഷയം. ഇനി അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിലെ മുറിൻ്റെ മകൻ അറിയില്ലായിരുന്നു. എന്നാൽ പിന്നെ മകൻ മന്ദബുദ്ധി ആയിക്കാരം. കാരണം യാതൊരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് ഞാൻ പിന്നെ ഗൂഗിളിൽ അടിച്ചതാ കണ്ടുപിടി. ഞാൻ അടിച്ചാൽ അതാ മുകളിൽ കാണുന്നത് ക്ലിഫ് ഹൗസിൽ എത്ര മുറികൾ മലയാളത്തിൽ അടിച്ച് അതിങ്ങനെ കണ്ടോടി. അപ്പോൾ അതിനിടെ വന്നുകൊണ്ട് അതാ 7 മുറികൾ. ഇത് സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഓന് നോക്കാൻ പറ്റിക്കും. ഓൻ മന്ദബുദ്ധി ഇക്കാരം. അല്ല അപ്പം നമ്മളെന്താ പേര് പറയുന്നത്? ഓന് തീരെ വിവരം വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ എന്നെ ആട്ട് കൊണ്ടുപോയിട്ട് ക്ലിഫ് ഹൗസിൽ എത്ര മുറികളുണ്ടെന്ന് അറിയില്ല. ഒരു മുഖ്യമന്ത്രി പറയാണ് ഈ ജാതി ഉടായ്പ മാത്രം. ഇനി നമുക്ക് അയാൾ ഇന്നലെ പറഞ്ഞ ആ വീഡിയോ ക്ലിപ്പിലേക്കൊന്ന് പോവാം. അധികാരത്തിൽ ഇടനാഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവരെ? ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവരറിയാൻ സംശയമാണ്. അതാണ് എൻ്റെ മകൻ്റെ പ്രത്യേകത. ഏതച്ഛനും ഏത് മകനെക്കുറിച്ചും അഭിമാനബോധം ഉണ്ടാവും. പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാനതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ. അതൊക്കെ നിങ്ങളുടെ വാർത്ത കണ്ടപ്പോൾ വാർത്തയെ മുഖവിലക്കെടുക്കുമല്ലോ ആരായാലും. ആ വാർത്തയുടെ കാര്യമായിട്ട് പറഞ്ഞത് ഒരു പ്രതികരണമായിരിക്കും. ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞൊരു പ്രതികരണമായിരിക്കില്ല. കേസ് ഇപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളുമായി സനകൻ വേണുഗോപാൽ ചേരുന്നുണ്ട്. സനകൻ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഏതച്ഛനും മക്കളെക്കുറിച്ച് അഭിമാനബോധമുണ്ടാകും. തനിക്കത് ഒരു പടി കൂടി കടന്നാണുള്ളത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയതും തുടങ്ങിയതും മറ്റ് വിഷയങ്ങളിലൊക്കെ ആയിരുന്നുവെങ്കിലും പറയാൻ വന്നത് ഇതായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിച്ചതോടെ ഈ വിവാദം ഇവിടെ അവസാനിക്കുമോ? CPM നേതൃത്വം ഇനി പ്രതികരിക്കില്ല എന്ന് പറയുന്നു. നേരത്തെയും പ്രതികരിച്ചിട്ടില്ല. പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചതുമില്ല. പക്ഷേ ഈ ഒരു സമൻസ് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടില്ല, മകൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതെങ്ങനെയാണ് EDയുടെ സൈറ്റിൽ ഇപ്പോഴും കാണുന്നത് സനകൻ? ബിജു, വിവാദം അവസാനിക്കുന്നില്ല. മറിച്ച് ഈ ഒരു വിഷയത്തിൽ CPMന്റെ പ്രതികരണങ്ങൾ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. കാരണം വിവാദം എങ്ങനെയായാലും അവസാനിക്കില്ല. കാരണം EDയുടെ സമൻസ് അവിടെ എന്തിനയച്ചു? ആ സമൻസ് ലാവ്ലിൻ കേസിലുമായി ബന്ധപ്പെട്ടാണ് അയച്ചത്. എന്തുകൊണ്ട് തുടർ സമൻസുകൾ ഉണ്ടായില്ല? തുടർ സമൻസുകൾക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ EDക്ക് നിയമപരമായി അവർക്ക് ജുഡീഷ്യൽ അധികാരമുണ്ട്. പ്രത്യേകിച്ച് ആ വീട്ടിൽ കയറി റെയ്ഡ് നടത്തിയ രേഖകൾ, അവർ ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാകാത്ത ആളുകളുടെ വീട്ടിൽ കയറി റെയ്ഡ് നടത്താനുള്ള അധികാരം കൂടി EDക്കുണ്ട്. അതാണ് 3ാം ഘട്ട നടപടി. ഈ 2 കാര്യങ്ങളിലേക്കും പോകാതെ ആദ്യത്തെ സമൻസിൽ തന്നെ, അതും സമൻസ് കൈപ്പറ്റുക പോലും ചെയ്തിട്ടില്ല, ക്ലിഫ് ഹൗസിലല്ല ആൾ താമസം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോസ്റ്റ്മാൻ തിരിച്ചയക്കുന്നു, അത് വാങ്ങി ED വെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ED ഈ നടപടികൾ അവസാനിപ്പിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മകനെ കുറിച്ച് സമൻസ് അയച്ചതിനെ കുറിച്ച് ED മകന് സമൻസ് അയച്ചതിനെ കുറിച്ച് ചോദിച്ചതിന് അയാൾ പറഞ്ഞിട്ടുള്ള മറുപടികൾ കേട്ടത് എന്താ പറഞ്ഞത്? എൻ്റെ മകൾക്കെതിരെ ഇതേമാതിരി ഒരു ആരോപണം വന്നപ്പം ഞാനത് ചിരിച്ചു തള്ളിയതല്ലേ, ചിരിച്ചല്ലേ നേരിട്ടത്. ഇയാളെ നിയമസഭയിൽ മാത്യു കുയൽനാടിനെതിരെ ഇയാൾ കത്തിക്കേറിയത് ഇതാ കണ്ടോളി. മകളെ കാര്യം ചോദിച്ചതിന്, മകള് മാസപ്പടി വാങ്ങിയത് എന്നുള്ള കാര്യം നിയമസഭയിൽ പറഞ്ഞതിന് എങ്ങനെയാണ് അയാളെ നേരിട്ടതെന്നുള്ളത് ഒന്ന് കണ്ടോളി. നടനോട് മുഖ്യമന്ത്രി കോർക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ ആരോപണ വിധേയരായ കമ്പനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന ആരോപണമാണ് ആദ്യം അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. സ്വപ്ന സുരേഷിന്റെ എൻട്രി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറയുന്ന കൺസൾട്ടൻസി കമ്പനി വഴിയായിരുന്നു. ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്തുകൊണ്ടാണ് ഒരു ക്ലൗഡിലാകുന്നത്? ഞാനിനി ഒരു കാര്യം പറയാം. അങ്ങയുടെ മകൾ വീണ വിജയൻ, അവരുടെ കമ്പനിയുടെ പേരാണ് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി. ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഒരു സമയത്ത് ചില കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് പറഞ്ഞിരുന്നത്, എനിക്ക് എൻ്റെ മെൻറ്ററെ പോലെ ഞാൻ കാണുന്നയാളാണ് ജയ്ക്ക് ബാലകുമാർ എന്ന് പറയുന്നത്. ജയ്ക്ക് ബാലകുമാർ ആരാണ്? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെ ഡയറക്ടറായിരുന്നു. അതിനുശേഷം ഈ ആരോപണം ഉയർന്നു വന്നതിന് തൊട്ട് പിന്നാലെ ആ വെബ്സൈറ്റ് ഡൗൺ ആയി. മാത്യു കുഴൽനാട് അദ്ദേഹത്തിൻ്റെ വിചാരം എങ്ങനെയും തട്ടിക്കളിയെന്നാണ്. അതിന് വേറെ ആളെ നോക്കുന്നതാണെന്നല്ല. എന്താ നിങ്ങൾ വിചാരിച്ചത്? മകളെ പറ്റി പറഞ്ഞാൽ ഞാനല്ലാതെ കിടുങ്ങി പോകുന്നതാണ്. പച്ച കള്ളമാണ് നിങ്ങളിവിടെ പറഞ്ഞത്. നീ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എൻ്റെ മകളുടെ മെൻറ്ററായിട്ട് ആ മകൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ സത്യവിരുദ്ധമായ കാര്യങ്ങളാണോ അവതരിപ്പിക്കുന്നത്?
എന്തും പറയാന്നുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയണം. വീണ വിജയന്റെ കമ്പനിയുടെ വെബ്സൈറ്റിൽ പ്രൈസ് വാട്ടേഴ്സ് ഹൗസ് കൂപ്പേഴ്സിന്റെ കമ്പനി പ്രതിനിധി ജേക്ക് ബാലഗോപാലിനെ മെന്ററായി വിശേഷിപ്പിച്ചിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായത് മുഖ്യമന്ത്രിക്ക് ക്ഷീണമായി. സഭാതലത്തിൽ പിന്നീട് മാത്യുവിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി എത്തി. ഇത് കണ്ടില്ല, മൂപ്പര് ചിരിച്ചു നേരിട്ട് മകളുടെ കാര്യം പറഞ്ഞപ്പോൾ ചിരിച്ചു നേരിട്ട് കണ്ടില്ലേ. പിന്നെ മകളും നിരപരാധിയാ. ഇത് പറഞ്ഞതാരാ? മൂപ്പര്. മകനും നിരപരാധിയാ. പറഞ്ഞതാരാ? മൂപ്പര്. ലാവ്ലിൻ കേസിൽ മൂപ്പരും നിരപരാധിയാ. ആരാ പറയുന്നത്? മൂപ്പര്. മൂപ്പര് പറഞ്ഞാൽ മതി. മൂപ്പരെ പാർട്ടിയും പറഞ്ഞാൽ പിന്നെ കേസ് വേണ്ട, അന്വേഷണം വേണ്ട, കോടതിയിൽ പോകണ്ട, തെളിയിക്കണ്ട. മൂപ്പരാ രണ്ട് കൈ ഉയർത്തി പറയും, ഈ കൈകൾ ശുദ്ധമാണ്, ഈ കൈകളെ ജനങ്ങൾക്കറിയാം, എന്നെ ജനങ്ങൾക്കറിയാം, ഈ കൈകൾ ശുദ്ധമാണ്. ഒരു വോട്ടെടുപ്പിന് തയ്യാറുണ്ട്. അപ്പം നിയമസഭയ്ക്കുള്ള വോട്ടെടുപ്പല്ല, ജനങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം വെച്ചാണ്ട് ഉളുപ്പുണ്ടോ? ജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കാൻ ഉളുപ്പുണ്ടോ? എന്നെ ജനങ്ങൾക്കറിയാം, നിങ്ങളെ കമ്മികൾക്കറിയാം, കമ്മികൾ സപ്പോർട്ട് ചെയ്യും. ഇവിടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് പറയും ഞങ്ങൾ നിരപരാധിയാണ്, മകൾ നിരപരാധിയാണ്, മകൻ നിരപരാധിയാണ്, ഞാൻ നിരപരാധിയാണ്, അത് ആരോപണം മാത്രമാണ്. അത് നിങ്ങളാണ് പറയാ. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അണ്ണാക്ക് തൊടാതെ ആണ് വിശ്വസിക്കുക. ഇതല്ല ഇപ്പം നിങ്ങളുടെ ലക്ഷ്യം. ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു പാവ മനുഷ്യന് ഈ സംസ്ഥാനം ഭരിച്ചു. അയാൾക്ക് തുടർഭരണം വരെ പ്രവചിച്ചു. അയാൾക്ക് തുടർഭരണം കിട്ടിയാൽ ഇനിയുള്ളൊരു കാലത്ത് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പിണറായി തമ്പുരാൻ സരിതനിറക്കി. സരിത പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ പ്രക്ഷോഭം നടത്തി. സരിത ഉന്നയിച്ച വാദത്തിൻ്റെ പുറത്ത് പ്രക്ഷോഭം നടത്തി. ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ക്ലിയറാണ്. നിങ്ങൾ വിശ്വസിച്ചോ? ഇല്ല. നിങ്ങൾ എന്താ ആവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടിയോട് രാജിവെക്കാൻ അല്ലേ? ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് കൊണ്ടുപോയിട്ട് CPM അന്തം കമ്മികളെ കൊണ്ട് വളയിപ്പിച്ച് അവിടെ മുഴുവൻ തൂറി പാർട്ടി എരപ്പാക്കി മലിനമാക്കി സെക്രട്ടേറിയറ്റ്. ഉമ്മൻചാണ്ടിനും കൂട്ടനും ശ്വാസം മുട്ടിച്ചു. അവസാനം കുഞ്ഞാലിക്കുട്ടിയും KM മാണി ബ്രിട്ടാസും ഒക്കെ പാടെ ഇടപെട്ടിക്കാണ്ട് സിറ്റിംഗ് ജഡ്ജിനെ കൊണ്ട് അന്വേഷിക്കുക. ഉമ്മൻചാണ്ടിൻ്റെ സരിതാ ബന്ധം സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കും. എന്നിട്ട് ഉമ്മൻചാണ്ടി അതിന് ഓർഡർ പ്രഖ്യാപിച്ച്, എന്നിട്ട് ഉമ്മൻചാണ്ടി ആ സിറ്റിംഗ് ജഡ്ജിൻ്റെ മുമ്പിൽ 10-12 മണിക്കൂർ പോയി ചോദ്യം ചെയ്യലിന് പല ഘട്ടങ്ങളിലായി ഇരുന്ന് കൊടുത്തു. അതൊരു മുഖ്യമന്ത്രിൻ്റെ നിങ്ങളതിന് കാരണം എന്തിന് കാരണം? എന്തെങ്കിലും തെളിവ് നിങ്ങളെ വെച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും തെളിവ് പുറത്തു വിട്ടോ? ഇല്ല. ഈ സരിതൻ്റെ പേര് പറഞ്ഞ് ഭരണം പിടിക്കാൻ അയാളെ കഴിയുന്നു. അതിന് പിന്നെ ചില കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട് ഒത്താസ് ചെയ്യാൻ വേറെ കാര്യം, ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട്. അന്ന് സരിത പറഞ്ഞത് നിങ്ങൾ മുഖവിലക്കെടുത്തു. സരിത പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ നിയമസഭയിലും പൊതു ഇടങ്ങളിലും പ്രസംഗിച്ചു. അങ്ങനെയല്ലേ സംഭവിച്ചത്? അതല്ലേ സംഭവിച്ചത്? ആ സരിത പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ പിന്നീടത് CBIക്ക് വിട്ടു. ഉമ്മൻചാണ്ടിക്കെതിരല്ലേ എല്ലാ കേസുകളിലും അന്വേഷണത്തിൽ ഉമ്മൻചാണ്ടി നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു. ആ സരിത പറഞ്ഞതിൻ്റെ പേരിൽ ആ കേസ് CBIക്ക് വിട്ടു. പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്ത് സരിത വന്നിട്ട് പറഞ്ഞ് എനിക്ക് CPM 50 കോടി ഉറുപ്പിക എന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് നിങ്ങൾ കേസെടുത്തു. അപ്പം എന്തേ? സരിതൻ്റെ വാക്കിന് വിലയല്ലേ? സരിത വന്നിട്ട് പറഞ്ഞു CPM എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, ഉമ്മൻചാണ്ടി നിരപരാധിയാണ്, CPM എനിക്ക് അതിന് കോടിക്കണക്ക് ഉറുപ്പിക എന്നു പച്ചേല പറഞ്ഞേ. അല്ലാതെ ആ മറ്റേ മരമുറി ചാനലിൽ ആ ഫോട്ടോസ്റ്റാറ്റ് ഫോൺ ചെയ്തല്ല, TV ചാനലിൻ്റെ മുന്നിൽ നേർക്ക് നേരെ വന്ന് നിന്നിട്ട് സരിത പറഞ്ഞു എനിക്ക് CPM കോടികൾ തന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ കേസെടുത്തോ? നിങ്ങൾ അന്വേഷിച്ചോ? ആ സരിത തന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ സമരം ചെയ്തത്? സരിത പറഞ്ഞതിൻ്റെ പേരിൽ. ആ സരിത തന്നെ എന്ന് പറയുന്നത് നിങ്ങൾ കേസെടുത്തോ? നിങ്ങളെ കൊണ്ട് കേസെടുപ്പിക്കേണ്ടത്, പ്രക്ഷോഭം നടത്തേണ്ടത് കോൺഗ്രസ്സാണ്. അതിൻ്റെ കഥ പിന്നെ പറയാനല്ലോ. അതുകൊണ്ടാണ് ആ കോൺഗ്രസ് ചിഹ്ന ഭിന്നമായി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി നടക്കൂടെ എടുക്കണില്ല. സരിത എന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ ഏറ്റെടുക്കട്ടെ, കോൺഗ്രസ് പ്രതിപക്ഷം ഏറ്റെടുക്കട്ടെ. അതേ സരിത തന്നെയല്ലേ ഈ പറയുന്നത്, വേറെ സരിത എന്ന് പറയല്ലേ, അതേ സരിത എന്ന് പറയാണ്. അപ്പം അതേ തൂക്കത്തിലും അളവിലും വേണ്ടേ അതിന് പ്രാധാന്യം കൊടുക്കാൻ പിണറായിയും CPM-ഉം സർക്കാരും കൊടുത്തില്ല. സ്വപ്ന സുരേഷ് വന്നു, പിണറായിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ, വീട്ടിലും അടുക്കളയിലും ക്ലിഫ് ഹൗസിലും ബെഡ്റൂമിൽ വരെ സ്വാധീനം ഉണ്ടായിന്. ആ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞു നിങ്ങൾ കേസെടുത്തോ? എന്തെങ്കിലും അന്വേഷണങ്ങൾ നടത്തിയോ? അവസാനം BJPയുടെ സമ്മർദ്ദത്തിന് വാങ്ങി കേന്ദ്രം കേസെടുത്ത്. ആ കേസ് അന്വേഷിക്കുന്നുണ്ടോ? അതൊക്കെ ചുറ്റുമടക്കാണ്ട് ചന്തിൻ്റെ ചോട്ടി വെച്ചൊക്കെല്ലാം മൂരി അല്ലെ അന്വേഷണം നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ
എന്ത് ചെയ്താലും നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നിരപരാധിയാണ്, ഈ കൈകൾ ശുദ്ധമാണ്. ഇപ്പം ഒരു പോസ്റ്റ് നോക്കിയാണ്, ഇതാ എന്നെ ജനങ്ങൾക്കറിയാം, പിന്നെ മൂപ്പര് ശുദ്ധനാണ്, ആട് പറയാം നമ്മൾ വിശ്വസിക്കുക, മൂപ്പരാണ്ട് പറയാം നമ്മൾ വിശ്വസിക്കുക. മാസപ്പടി കേസ് ആരാണ് കൊണ്ടത്? ആരെ ഈ മാസപ്പടി കേസ് കൊണ്ടത്? കോൺഗ്രസ് ലീഗുകാർ കിട്ടിച്ച് കൊടുന്ന അല്ലല്ലോ. കേന്ദ്രത്തിൽ BJP കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ പേരിലാണ് കേന്ദ്രം അന്വേഷിക്കുന്നത്. ഫസ്റ്റിൽ കേന്ദ്രം അന്വേഷിക്കുന്നത്, കേന്ദ്ര ഏജൻസി വന്നിട്ടാണ് അന്വേഷിക്കുന്നത്. അതിലാണ് കണ്ടെത്തിയത്. പിന്നെ ഒരു SFIO എന്ന് പറഞ്ഞാൽ പിന്നെ മോദിൻ്റെ വേറൊരു സംഘടന വന്ന് പിന്നെ അന്വേഷണ ഏജൻസി വന്ന് അന്വേഷിച്ച് കണ്ടെത്തി, ചോദ്യം ചെയ്തു, റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് സത്യമാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല, എനിക്കറിയാൻ ഉറപ്പിച്ച് പറയാൻ പറ്റൂല. റിപ്പോർട്ടുകൾ എല്ലാ ചാനലിലും വന്നു. എന്താ വന്നത്? SFIO കണ്ടെത്തി വീണ വിജയൻ 2,72,00,000 രൂപ കരിമണൽ കർത്തയിൽ നിന്ന് ഒരു സേവനവും ചെയ്യാതെ വാങ്ങി വീണ പ്രതി. വാർത്ത അങ്ങോട്ട് വരുന്നു. എന്തായി? ഇവിടെ ഈ സഖാക്കൾ കമ്മികൾ വിചാരിച്ചിക്കണം എന്താരോ, പിന്നെ താഴെ കോടതി പോയി മാത്യു കോയൽ നാടൻ കോടതി തള്ളി, ഹൈക്കോടതി പോയി മാത്യു കോയൽ നാടൻ ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി പോയി മാത്യു കോയൽ നാടൻ സുപ്രീം കോടതി തള്ളി. അപ്പം കമ്മികളെന്താ പറയുന്നത്? അങ്ങനെ ഒരു കേസിനല്ല, കോടതി തള്ളിപ്പോയി. കേസ് SFIO കേന്ദ്ര ഏജൻസി അന്വേഷിച്ചു കൊടുക്കുക. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഘട്ടം വന്നപ്പോൾ ഹൈക്കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞു വെച്ചേക്കുക. ഇനി വരേക്കും മോദിക്കും അമിത്ഷാക്കും താല്പര്യം തോന്നുന്ന ഘട്ടത്തിൽ കോടതി പെട്ടെന്ന് ഓർഡർ ഇടയിക്കും ചോദ്യം ചെയ്യാൻ. അങ്ങനെ കിടക്കുക. അല്ലാതെ ആ കേസും തള്ളി പോയില്ല കേട്ടോ. കമ്മികളെ, നിങ്ങൾക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, അറിവുമില്ല, പേപ്പർ വായിക്കില്ല, വായിക്കുകയാണെങ്കിൽ ദേശാഭിമാനി വായിക്കും, ചാനൽ കാണുകയാണെങ്കിൽ കൈരളി കാണും, പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വിവരം വിദ്യാഭ്യാസം ഉണ്ടാണ്. അപ്പം നിങ്ങളിങ്ങനെ തെറി വിളിച്ചു കൊടുക്കും. അപ്പോൾ ആ കേസ് അവിടെ നിലവിലുണ്ട്. ലാവലിന് കേസ് ഹൈക്കോടതി തള്ളിയാണ്. പിണറായി വിജയന് പങ്കില്ലാതിട്ട് ഹൈക്കോടതി തള്ളിയാണ് ഇപ്പോഴല്ല മുമ്പ്. അത് പിന്നെ സുപ്രീം കോടതിയിൽ വീണ്ടും CBI കൊടുക്കണം കേട്ടോ. കോൺഗ്രസ് അല്ല, CBI. ആരെ കീഴാ CBI? കേന്ദ്രത്തിൻ്റെ കീഴാ. ആ CBI കൊടുക്കുകയാണ്. പിണറായി വിജയൻ പങ്കിട്ട് ഹൈക്കോടതി തള്ളിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി കൊടുത്ത് സുപ്രീം കോടതി അത് കേസ് ഏറ്റെടുത്തു. അപ്പോൾ ആ കേസ് തള്ളിപ്പോയില്ല, പിണറായി വിജയനെ തള്ളി കഴിഞ്ഞില്ല. ഇനിയിപ്പം ഈ മകന് വന്നതിൽ എത്രത്തോളം സത്യമുണ്ട് സത്യമില്ല എന്ന് എനിക്കറിയില്ല, അത് വേറെ കാര്യം. വന്ന വാർത്തനെ കുറിച്ചായി പറയുന്നത്. മകൻ്റെ പേരിൽ വിവേക് കിരണിൻ്റെ പേരിൽ വന്നത്, അതിൽ എത്രത്തോളം സത്യമുണ്ട് ഇല്ല എന്നൊന്നും എനിക്കല്ല. കാരണം മാധ്യമങ്ങൾ പുറത്തു വിടണം, കുറേ സത്യമില്ലാത്തതുണ്ടാവും, കുറേ ഉള്ളതുണ്ടാവും. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. പക്ഷേ അതിന് ഇയാൾ മറുപടി പറയേണ്ടത് എങ്ങനെ? മുഖ്യമന്ത്രി മറുപടി പറയുന്നത് എങ്ങനെ? എൻ്റെ മകൻ ബെഡ്റൂം കണ്ടിട്ടില്ല, എൻ്റെ മകൻ ക്ലിഫ് ഹൗസിലെ ബാത്റൂം കണ്ടിട്ടില്ല, എൻ്റെ മകന് ക്ലിഫ് ഹൗസിൽ TV വെച്ചെവിടെയെന്ന് അറിയില്ല. അതൊക്കെ പറയേണ്ടി. എന്താ മുഖ്യമന്ത്രി പറയേണ്ടത്? അന്വേഷിച്ചോട്ടെ, തെളിവുണ്ടെങ്കിൽ നടപടി എടുത്തോട്ടെ, അതല്ല പറയേണ്ടി. അങ്ങനെ ഉണ്ടായോ? സമൻസ് വന്നോ? ഞാൻ അറിഞ്ഞില്ല. സമൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യം ചെയ്തോട്ടെ, അന്വേഷിച്ചോട്ടെ, തെളിവുണ്ടെങ്കിൽ നടപടി എടുത്തോട്ടെ, ഞാൻ സംരക്ഷിക്കൂല. ആണത്തുണ്ടായില്ലേ ഈ വാക്ക് വർദ്ധിക്കാർക്ക്? കോടിയേരി പറഞ്ഞ മാതിരി. കോടിയേരി എന്തേ പറഞ്ഞ്? മക്കൾ പാർട്ടി കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല, അതുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്യേണ്ട വിഷയമല്ലത്, അത് വേറെ ഇത് വേറെ അത് കോടിയേരി. അതേമാതിരി പറയാനുള്ള ജങ്കൂട്ടോ. ED അത് അന്വേഷിച്ചോട്ടെ. എന്താ ED രാഹുൽ ഗാന്ധിനെ ചോദ്യം ചെയ്തില്ല മണിക്കൂറുകളോളം? എന്താ ED സോണിയാഗാന്ധിനെ ചോദ്യം ചെയ്തില്ലേ മണിക്കൂറുകളോളം? എന്താ ED ചിദംബരത്തിനെ വീട് പറഞ്ഞ് മതിൽ ചാടി പിടിച്ചു കൊണ്ടേ ജയിലിലിട്ടില്ലേ ദിവസങ്ങളോളം? എന്താ ED അരവിന്ദ് കേജ്രിവാളിനെ പൊക്കി ജയിലിലിട്ടില്ലേ ദിവസങ്ങളോളം? എന്താണ് ആ സോറനെ, ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി സോറനെ പിടിച്ചാണ്ട് ഒത്തിട്ടില്ലേ ദിവസങ്ങളോളം? എന്താ ഈ മുഖ്യമന്ത്രിക്ക് മാത്രം EDയും CBIയും NIയും SFIO കേന്ദ്ര ഏജൻസികൾ ഇങ്ങോട്ട് അടുക്കുമ്പോൾ അടിച്ചോളൂ, സിമെന്റ് മണി കോട്ടിയെടുത്ത മാതിരി അങ്ങോട്ടാണ് പോകുന്നത്. എന്താണ് സംഭവം? ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ കാര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം മുഖ്യമന്ത്രി പറയേണ്ടത് എന്താണ്? മുഖ്യമന്ത്രി പറയേണ്ടത് അവരെടുത്ത് തെളിവുണ്ടെങ്കിൽ അവർ അന്വേഷിച്ചോട്ടെ എന്നാണ് പറയേണ്ടത്. അതാ പറയേണ്ടത്. അതല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി പറയേണ്ടത് എന്താ? കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് സർക്കാരിനെ താഴിറക്കാനും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നു. ഇതിനെതിരെ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തും, രാഷ്ട്രീയ പോരാട്ടം നടത്തും. അങ്ങനെയല്ലേ ഇയാൾ പറയേണ്ടി? ഇയാളെത്താ പറഞ്ഞ് എൻ്റെ മകൻ ബെഡ്റൂം വേണ്ടിയില്ല, അതിന് ഈ കേസ് തീരുമാനമാകുമോ? ഇയാളെ പൂജ എന്താണോ? ഇതാണ് പറഞ്ഞാൽ കമ്മികൾ ഏറ്റെടുക്കും. കമ്മികളാണ്ട് ഏറ്റെടുത്താൽ പിന്നെ സൈബർ സഖാക്കളെ വിങ്ങിലാണ്ട് വരും. അങ്ങനെയാണ് പ്രചരിച്ചോളും ഇയാൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. ഉമ്മൻചാണ്ടിക്കന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു പോരാ, കേസ് അന്വേഷിക്കണം. ഇയാൾക്കാണെങ്കിൽ ഇയാൾ പറഞ്ഞാൽ മതി. 9.5 കൊല്ലത്തിന്റെ ഭരണത്തിനിടയിൽ 100 കണക്കിന് ആരോപണങ്ങൾ തെളിവ് സഹിതം സ്വപ്ന സുരേഷ് അടക്കപ്പെടെ വെളിച്ചത്ത് വിട്ടിട്ട് ലോക്കൽ പോലീസ് അന്വേഷണം നടന്ന കേരളത്തിൽ നടന്നോ? ഇല്ല. കാര്യങ്ങൾക്കെതിരെ നിങ്ങൾ അന്വേഷിക്കില്ല.
നിങ്ങൾക്കെതിരെ എന്നെ വന്നു കഴിഞ്ഞാൽ പറയാം. അപ്പം ഇപ്പം ഇയാളെന്താ പറഞ്ഞത്? ഇഞ്ച മക്കളൊന്നും ഞാൻ പറയിപ്പിച്ചിട്ടില്ല. പിന്നെ മകളെ പേരിൽ എങ്ങനെ മാസപ്പടി കേസ് വന്ന് എങ്ങനെ വന്ന്? ആരാ? കോൺഗ്രസ് തുടർന്നാണ് ആണെങ്കിൽ അത് പറയണം. ലീഗ് കൊണ്ടുവന്നതാണോ അത് ആണെങ്കിൽ അത് പറയണം. രാഷ്ട്രീയ ലാഭത്തിന് കൊണ്ടുവന്ന് പറയണം. എങ്ങനെയാണ് മകളെ പേരിൽ കേസ് വന്നത്? കേന്ദ്ര ഏജൻസിയാണ് കൊണ്ടുവന്നതും അന്വേഷിച്ചതും പ്രതിയാക്കിയതും. പിന്നെന്താ അന്വേഷണം പുറത്ത്? എന്താ കരുവന്നൂർ അന്വേഷണം നടത്തും? പിന്നെ പ്രതികളെ മുഴുവൻ പിടിച്ച് അകത്തോടൊന്നും സുരേഷ് ഗോപി മോദി ഇവിടെ വന്ന് പ്രസംഗിച്ച് നടപടി എടുത്തോ? എത്ര ആളുകൾ ആ ബാങ്കിലെ പണട്ടതിൻ്റെ പേരിൽ ജീവനൊടുക്കി? എന്തെങ്കിലും തീരുമാനം ഉണ്ടായ അതിൻ്റെ പേരിൽ? മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കടത്ത് സ്വപ്ന സുരേഷ് എത്ര തെളിവുകൾ വരുത്തി? എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? എന്തെങ്കിലും നടപടി എടുത്തോ? ഈ സംസ്ഥാനത്ത് BJP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ. CPM-മാർക്ക് ചന്തി കൈ കൊടുക്കല BJP-കാർക്ക് പണി. CPM-മാരെ ചന്തി കൈ കൊടുക്കല RSS-കാർക്കും സംഘപരിവാറിനും മോദിക്കും അമിത്ഷാക്കൊക്കെ പണി. ഒരു പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിൻ്റെതായിട്ടുള്ള തങ്കടം കാണിക്കാൻ പഠിക്കണം. ഒറ്റക്ക് നിന്ന് പോരാട്ടം നയിക്കണം. അല്ലാതെ ഉളുപ്പില്ലാത്ത ഈ പണി എടുത്തിട്ട് ഇവരെ താങ്ങി നടക്കല്ല വേണ്ടിയത്. എന്നിട്ട് ഒരു മുഖ്യമന്ത്രി വന്നിട്ട് പറയാം, മൂപ്പരനാണ് പറയാം. എന്നാൾ മൂപ്പര് നിയമസഭയിൽ പറയാണ് രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് കേരളത്തിലാണ്. നമ്മളെല്ലായിടത്തും അടിച്ചു നോക്കി, യൂട്യൂബിലും ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി. അങ്ങനെ ഒരു സംഭവം തന്നെയല്ല. പിറ്റേന്ന് മനോരമയിലോ മാതൃഭൂമിയിലോ ചർച്ച നടക്കുന്നുണ്ട്. ആരെങ്ങളോട് പറഞ്ഞതെന്ന്? അതിനാ ചർച്ച നടക്കുന്ന അരുൺകുമാറില്ലേ, ആ അന്തകമ്മി, ഒരന്തമില്ലാത്ത, ഒരു തനി പോലില്ല, ഒരു ചോദ്യത്തിനും ഒറ്റൊന്നിനും ക്ലിയർ ആയിട്ട് ഉത്തരം പറയില്ല. എന്നാൽ മൂപ്പര് പിടിച്ചിട്ട് പറയാം ഏതോ ഒരു കൊല്ലത്തെ SP-ന്റെ ഓഫീസിന് അംഗീകാരം കിട്ടിയത്, ഓഫീസിന് അംഗീകാരം കിട്ടിയത്. അതാ സംസ്ഥാനത്തെ പോലീസിന്റെ അംഗീകാരം. ഇയാളോട് പറയാണ് ഏറ്റവും നല്ല പോലീസ്. ഇയാളോട് പറയാണ് കേരളം നമ്പർ 1. ഇയാളോട് പറയാണ് ആരോഗ്യവകുപ്പ് നമ്പർ 1. ഇതൊക്കെ പറയുമ്പോൾ പിറ്റേന്ന് ഏതെങ്കിലും ഒന്ന് ഇടിഞ്ഞ് ഒഴിഞ്ഞു കൂടുണ്ടാവും. പൊതുമരാമത്ത് വകുപ്പ് നമ്പർ 1, റോഡാണ് ഒഴിഞ്ഞു വിറ്റിയത്. ഒക്കെ ഇയാളോട് പറയാം. എന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ അതാണ് കേൾക്കുക. ഇതല്ല ഇവിടെ നടന്നു കൊടുക്കുന്നത്. നീതിയുക്തമായ ഒരു അന്വേഷണത്തിന് കമ്മികൾ കേൾക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. നീതിയുക്തമായ ഒരു അന്വേഷണത്തിന് തയ്യാറുണ്ടോ? മാസപ്പടിയിലുണ്ടോ? മകന്റെ കേസിലുണ്ടോ? കരുവന്നൂർ ബാങ്കിന്റെ കേസിലുണ്ടോ? സ്വർണ്ണക്കടത്ത് കേസിലുണ്ടോ? AI ക്യാമറ കേസിലുണ്ടോ? നീതിയുക്തമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ? ഒരന്വേഷണം ഇതുവരെ എവിടെ നടത്തിയില്ല. നടത്തുന്നത് കേന്ദ്ര. കേന്ദ്ര ആരപ്പ കേന്ദ്രം? CPM-ന്റെ ഒപ്പ. CPM-നെ സഹായിക്കാനല്ല, CPM-നെ സഹായിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ. താൽക്കാലിക സഹായം CPM-ന് കൊടുത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം CPM-നെ ഇല്ലാതാക്കുക. പിണറായിക്ക് എന്താ CPM ഇല്ലാതായാലും 80 വയസ്സായി. 80 വയസ്സായി. CPM ഉണ്ടായില്ല. മൂപ്പർക്ക് മൂപ്പരെ മക്കളും കുടുംബവും സുരക്ഷിതായാൽ മതി. മക്കൾ കേൾപ്പിച്ചില്ല. മക്കളെന്നല്ല പിന്നെ ഈ കേൾപ്പിച്ചുള്ളത്. പിന്നെ തെളിയണമെങ്കിൽ അന്വേഷിക്കണം. ആ അന്വേഷണങ്ങൾ കൊടുക്കണേ. ഈ മകളുടെ പേരിൽ ഈ കേസില്ലെങ്കിൽ മകൾ എന്തിനാ കർണാടകത്തിലെ ഹൈക്കോടതിക്ക് പോയത്? ഈ SFIO-ന്റെ അന്വേഷണം നിർത്തിപ്പിച്ചെന്ന് പറഞ്ഞാണ്ട് എന്തിനാ കർണാടകത്തിലെ ഹൈക്കോടതി പോയി ഹൈക്കോടതി തള്ളിയത്? വേറെ കാര്യം എന്തിനാ പോയത്? എനിക്കെതിരെ ഒരു കേസ് വന്നാൽ ഞാൻ എന്താ തെളിയിക്കല്ല വേണ്ടിയത്? എനിക്കെതിരെ ഒരു കേസ് വന്നാൽ ആ കേസ് ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കണ്? അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കണ്? ഇത് ഉണ്ട് എന്നും കുടുംബമൊന്നും ബോധ്യപ്പെട്ടപ്പോൾ ഈ SFIO-ന്റെ അന്വേഷണം തടയാൻ വേണ്ടി ഏതൊക്കെ കോടതിയിൽ പോയി, ഡൽഹി കോടതി, കർണാടക കോടതി, കേരള കോടതി, എല്ലാ കോടതിയിലും പോയി പഠിച്ച പൈലറ്റും വീണ വിജയൻ നോക്കി. കോടതികളൊക്കെ തള്ളി. SFIO അന്വേഷണിച്ച് മുന്നോട്ട് പോയി. അവസാനങ്ങൾ എന്ത് ചെയ്ത്? മൂത്താപ്പാൻ്റെ അടുത്ത് പോയി കയ്യും കാലും പിടിച്ച് നക്കി കൊടുത്ത്. അപ്പം മൂത്താപ്പ ഓർഡർ ഇട്ട് കോടതി അവിടെ നിർത്തിച്ചു. ഇതന്നെ സംഭവിച്ചത്. എന്നിട്ട് നിങ്ങളിങ്ങനെ വന്നിട്ട് പറയാം ഈ കൈകൾ ശുദ്ധമാണ്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ കൈകൾ ശുദ്ധമാണെങ്കിൽ ഒരു ബുർക്ക കച്ചവടം പോലും നടത്താത്ത പിണറായി സഖാവിൽ നിന്ന് എത്ര കൂടുതൽ പേര് ആസ്തിട്ട് ഒന്ന് പുറത്തു വിടാൻ തയ്യാറുണ്ടോ? ഒരു അന്വേഷണം നടത്താൻ പുറത്തു വിടുമോ? എത്ര കോടി ഉറുപ്പിന്റെ മുതൽ മകനും പിണറായി വിജയനും ഉണ്ടെന്നുള്ളത്. ഈ കൈകൾ ശുദ്ധ നടക്കാൻ പറയുമോ? ഇന്ന് ഈ കേരളത്തിൽ നമ്പർ 1 കോടീശ്വരനല്ലേ പിണറായി വിജയൻ? എന്നിട്ട് നിങ്ങൾ പറയാ ജനങ്ങൾ വിശ്വസിക്കുക. ഞങ്ങൾ കമ്മികളല്ല, ഞങ്ങളാരും കമ്മികളും അല്ല, അടിമകളും അല്ല. ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു തൊഴിലാളി മാത്രമാണ് ഈ മുഖ്യമന്ത്രി, മന്ത്രിമാരും. ജനങ്ങളാണ് രാജാക്കന്മാർ. ഞങ്ങളെ അടിമകളാക്കാൻ നോക്കണ്ട. നിങ്ങളെ പാർട്ടിക്കാരങ്ങൾ അടിമകളാക്കി കൊണ്ടുവരാൻ കൂടി ഓല കിട്ടുകയും അതും ആ അണികളിൽ പല അണികളും ചപ്പുണ്ട്. ഒരു വെറുത്ത് നിൽക്കുകയാണ്. പിന്നെ നമ്മളെ ചീത്ത പറയുന്ന വരുന്ന ആണികൾ ആരാരോ അതിന് നക്കാപ്പിച്ച മാങ്ങിയാണ്ട് അടിവലിട്ട് പിരിവെടുത്ത് നക്കി തിന്നുന്ന കുറച്ച് കമ്മികളുണ്ട്. ഓരേ നമ്മളെ തെറി പറയാൻ വരുള്ളൂ. അല്ലാതെ അന്തസ്സുള്ള ഒരു CPM-കാരനും തെറി പറയില്ല. കാരണം അവരൊക്കെ മനം മടുത്ത് നിൽക്കുകയാണ്. മൂപ്പരാണ്ട് പറയും നമ്പർ 1 ആണ്. അത് ജനങ്ങളാണ് വിശ്വസിക്കണം അല്ലേ? അന്വേഷിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അന്വേഷിക്കും. ഉമ്മൻചാണ്ടി ഉത്തരവിട്ട മാതിരി
നട്ടെല്ലുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ, കൈകൾ ശുദ്ധമാണെങ്കിൽ അന്വേഷണത്തിന് നേരിടാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ കേന്ദ്രത്തിനെ തള്ളി പറയാൻ തയ്യാറാണ്. കേന്ദ്രം ഞങ്ങളെ വരിഞ്ഞു മുറുക്കാണ്, ഞങ്ങളെ സർക്കാരിനെ തകർക്കാൻ, പാർട്ടിയെ തകർക്കാൻ കേന്ദ്രം കച്ചകെട്ടി ഇറങ്ങുകയാണെന്നുള്ളത് പറയാനുള്ള ചെങ്കൂറ്റം കാണിക്കണം. അതുമില്ലെങ്കിൽ ഉളുപ്പില്ലെങ്കിൽ മുമ്പ് നിങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടിയോട് ലേശം ഉളുപ്പെന്നെങ്കിലും വേണം, ഉളുപ്പുണ്ടെങ്കിൽ രാജിച്ചു പോകണം. ഇത് തിരിച്ചങ്ങോട്ട് പറയാണ്, ലേശം ഉളുപ്പെന്നെങ്കിലും വേണം, അത് ഇല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോണ ഹേ